വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഞങ്ങളുടേത്. പക്ഷെ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്താണ് എൻ്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിശദമായ കാര്യങ്ങളെല്ലാം 2013 ജൂൺ 5-ാം തീയതി ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഉണ്ടായിരുന്നു. ഡിവോഴ്സ് പെറ്റീഷൻ അല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബചരിത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിലെനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിച്ചത്, രഹസ്യ വിചാരണ എന്ന് പറയുന്നൊരു വിഷയം കൂടി അതിൻ്റെ മേളിലെടുത്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? കാരണം ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല, എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് ഓരോ ആൾക്കാർ. 1998 ഒക്ടോബർ 20 മലയാള സിനിമ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഒളിച്ചോട്ടമായിരുന്നു അത്. അഭിനയത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് 20 വയസ്സ് മാത്രമുള്ള മഞ്ജു വാര്യർ ദിലീപിന്റെ കൈപിടിച്ചു പടിയിറങ്ങുന്നത്. പിന്നീട് നീണ്ട 14 വർഷം മഞ്ജു ഒരു പെർഫെക്റ്റ് ഹോം മേക്കർ ആയിട്ട് ഒതുങ്ങിക്കൂടി. എന്നാൽ 2015 ആ ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ലോകം ചോദിച്ചത് ഒരേ ഒരു കാര്യമാണ്: എല്ലാം സഹിച്ചുകൂടെ നിന്ന ആ അമ്മയെ മകൾ പോലും എന്തുകൊണ്ട് തള്ളി പറഞ്ഞു എന്നുള്ളത്. ശരിക്കും ഇതിന് പിന്നിൽ നമുക്കറിയാത്ത ചില സത്യങ്ങളുണ്ട് കേട്ടോ. മീനാക്ഷിയുടെ വളർച്ചയെ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണെങ്കിൽ മീനാക്ഷി ജനിച്ചത് മുതൽ കണ്ടിരുന്നത് തന്റെ കരിയർ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് വീട്ടിലെ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങിയ ഒരു അമ്മയാണ്. എന്നാൽ മറുവശത്തോ ദിലീപ് അന്ന് മലയാള സിനിമയിലെ താരരാജാവായിരുന്നു, സൂപ്പർ സ്റ്റാർ ആയിരുന്നു. കുട്ടിക്കാലം മുതലേ മീനാക്ഷിയുടെ ഹീറോ അച്ഛനായിരുന്നു. ഭാഗ്യലക്ഷ്മി, അതായത് നമ്മുടെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഭാഗ്യലക്ഷ്മി ഉണ്ടല്ലോ, അവർ ഒരിക്കൽ സൂചിപ്പിച്ചതുപോലെ താൻ ചോദിക്കുന്നതെല്ലാം സാധിച്ചു തരുന്ന ലോകം ആരാധിക്കുന്ന അച്ഛനെ അവൾ സ്നേഹിച്ചു. അമ്മയുടെ നിശബ്ദമായിട്ടുള്ള ത്യാഗങ്ങളെക്കാൾ ആ കുട്ടി കണ്ടത് അച്ഛന്റെ തിളക്കമായിരുന്നു. അവിടെയാണ് ആ വൈകാരികമായിട്ടുള്ള അകൽച്ചയുടെ വിത്ത് പാകിയത്. എന്റെ കുടുംബ ചരിത്രം എന്നായിരുന്നു ദിലീപ് തന്റെ വിവാഹമോചന ഹർജിയെ അന്ന് വിശേഷിപ്പിച്ചിരുന്നത്. അതായത് 2013 ജൂൺ 5 നൽകിയ ആ ഒരു രേഖയിൽ ദിലീപ് എഴുതി ചേർത്ത കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മഞ്ജു വാര്യർ ഒരിക്കലും ദിലീപിനെ പരസ്യമായിട്ട് കുറ്റപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ദിലീപ് പലപ്പോഴും പരോക്ഷമായിട്ട് തന്നെ മഞ്ജുവിനെ കുറ്റപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടല്ലേ. മഞ്ജു എപ്പോഴും ബിസിയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് പോലും നോക്കാറില്ല എന്ന ദിലീപിന്റെ വാക്കുകളിൽ തന്നെ ഒരു തരം അവഗണനയുടെ നിഴലുണ്ടായിരുന്നു. മകൾ അച്ഛനോടൊപ്പം പോയത് മഞ്ജുവിനെ തളർത്തിയെങ്കിലും മകളുടെ കണ്ണ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കാതെ മഞ്ജു തോറ്റുകൊടുത്തു. ആ ഒരു തോൽവി ഒരു അമ്മയുടെ ഏറ്റവും വലിയ വിജയമായിരുന്നു. ഇവിടെ കാവ്യ മാധവൻ ദിലീപിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ മീനാക്ഷിക്ക് വെറും 15 വയസ്സായിരുന്നു. തന്റെ അമ്മയുടെ സ്ഥാനത്തേക്ക് മറ്റൊരു സ്ത്രീ വരുന്നത് ഒരു പെൺകുട്ടിയെയും അതായത് പെട്ടെന്ന് അംഗീകരിക്കില്ല. എന്നാൽ മീനാക്ഷി അത് ആഘോഷിച്ചു. ഇതിന് പിന്നിൽ ദിലീപിന്റെ കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും മതിയായില്ലേ എന്ന മീനാക്ഷിയുടെ ആദ്യ ചോദ്യത്തിൽ ഒരു കുട്ടിയുടെ നിഷ്കളങ്കത ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് കാവ്യയുമായിട്ട് മീനാക്ഷി ഒരു സുഹൃത്തിനെ പോലെ അടുക്കുകയും അമ്മയോടുള്ള വാശി തീർക്കാൻ മീനാക്ഷി അച്ഛന്റെ പുതിയ ജീവിതത്തെ ആയുധമാക്കിയോ എന്നുള്ള സംശയം ഇന്നും ആരാധകർക്കിടയിലുണ്ട്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം മീനാക്ഷിയും മഞ്ജുവും പരസ്പരം ഫോളോ ചെയ്തപ്പോൾ മലയാളികൾ വിചാരിച്ചു ആ ഒരു മഞ്ഞുരുകൾ സംഭവിച്ചു എന്നുള്ളത്. എന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മീനാക്ഷി അത് തിരുത്തി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു. ഇവിടെ മീനാക്ഷിയുടെ നടപടി ഒരു വ്യക്തമായിട്ടുള്ള സന്ദേശമായിരുന്നു: എന്റെ ലോകത്ത് അമ്മയ്ക്ക് സ്ഥാനമില്ല എന്നുള്ള കാര്യം. പക്ഷെ മഞ്ജു ആണെങ്കിലും ഇപ്പോഴും മകളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു അമ്മയുടെ സ്നേഹം എന്നും ഒരു ഫോളോ ബട്ടണിന് അപ്പുറമാണ് എന്നുള്ളത് മഞ്ജു തെളിയിച്ചിരുന്നു. ഇന്ന് ദിലീപ് കരിയറിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ മഞ്ജു വാര്യർ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന താരമായിട്ട് വളർന്നു. മീനാക്ഷി ഒരു ഡോക്ടറായി തന്റെ ജീവിതം കെട്ടിപ്പടുക്കുന്നുണ്ട്. പുറമെ കാണുന്ന ചിരികൾക്കപ്പുറം ഈ ഒരു 3 പേരുടെ മനസ്സിലെ ഉണങ്ങാത്ത മുറിവുകൾ ബാക്കിയുണ്ടാകാം. മകൾ ഒരിക്കൽ അമ്മയുടെ അടുത്തേക്ക് മടങ്ങി വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം അച്ഛൻ ഒരു ഹീറോ ആയിരിക്കാം, പക്ഷെ അമ്മ ഒരു വികാരമാണ്. നമുക്കറിയാം മഞ്ജു വാര്യർക്ക് ലഭിക്കുന്ന ആ ഒരു സിമ്പതിയും ബഹുമാനവും. സോഷ്യൽ മീഡിയയിൽ അതായത് ഭൂരിഭാഗം പേരും മഞ്ജു വാര്യരുടെ പക്ഷത്താണ് നിൽക്കുന്നത്. അതിന് പ്രധാന കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, മൗനം ആയുധമാക്കി എന്നുള്ളത്. അതായത് വിവാഹമോചനത്തിന് ശേഷവും ദിലീപിനെയോ അല്ലെങ്കിൽ മകളെയോ കുറിച്ച് ഒരു വാക്ക് പോലും മോശമായി പറയാത്ത മഞ്ജുവിന്റെ ആ രീതിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തത് അതിജീവനത്തിന്റെ ഒരു പ്രതീകം എന്ന് പറയാൻ. തകർച്ചയിൽ നിന്ന് തിരികെ വന്ന് കരിയറിൽ വലിയ ഉയരങ്ങൾ കീഴടക്കിയ സ്ത്രീ പ്രേക്ഷകർക്കിടയിൽ മഞ്ജുവിനെ ഒരു റോൾ മോഡലാക്കി മാറ്റി. മൂന്നാമത്തതാണ് അമ്മയുടെ ത്യാഗം എന്ന് പറയുന്നത്. മകൾക്ക് വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്താതെ അവളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തത് മഞ്ജുവിന്റെ സ്നേഹമായിട്ടാണ് ആരാധകരും കാണുന്നത്. ഇനി മീനാക്ഷിക്ക് നേരെയുള്ള വിമർശനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ പലപ്പോഴും നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട്.
ചർച്ചകളിലെ പ്രധാന പോയിന്റുകൾ ഇവയാണ് കേട്ടോ. അതായത് അമ്മയെ അവഗണിക്കുന്നു എന്നുള്ള കാര്യം. കാവ്യ മാധവനെ സ്വീകരിച്ചതും അമ്മയെ അൺഫോളോ ചെയ്തതും മീനാക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായ നടപടിയായിട്ട് പലരും വിലയിരുത്തുന്നുണ്ട്. അതുപോലെ ദിലീപിന്റെ സാമ്പത്തിക ഭദ്രതയും താരപദവിയും കണ്ടാണ് മീനാക്ഷി അച്ഛനോടൊപ്പം നിൽക്കുന്നെന്നുള്ള രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ ഈ കമന്റ് ബോക്സുകളിൽ വരാറുണ്ട്. അമ്മയില്ലാത്തതിന്റെ വിഷമം അറിയും, ഭാവിയിൽ മീനാക്ഷിക്ക് ഈ തീരുമാനത്തിൽ ഖേദിക്കേണ്ടി വരും എന്നൊക്കെ തരത്തിലുള്ള ഉപദേശ രൂപേണയുള്ള കമന്റുകളാണ് മറ്റൊരു വിഭാഗക്കാര് നെയ്തിടുന്നത്. ഇവിടെ ദിലീപിന്റെ കരിയറിൽ ഉണ്ടാകുന്ന പരാജയങ്ങളെയും വ്യക്തി ജീവിതത്തെയും കൂട്ടിയിണക്കിയാണ് സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കുന്നത്. ദിലീപിന്റെ സിനിമകൾ പരാജയപ്പെടുമ്പോൾ മഞ്ജുവിനെ ദ്രോഹിച്ചതിന്റെ ഫലം എന്നുള്ള രീതിയിലുള്ള ട്രോളുകൾ വ്യാപകമാണ്. അതുപോലെ ദിലീപും മീനാക്ഷിയും പങ്കുവെക്കുന്ന ചിത്രങ്ങൾ പലപ്പോഴും ദിലീപിന്റെ ഇമേജ് നന്നാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണെന്ന് ഒരു ഭാഗവും ആരോപിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫാൻസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോര്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മഞ്ജു വാര്യർ ഫാൻസും ദിലീപ് ഫാൻസും തമ്മിൽ വലിയ വാക്പോരുകൾ നടക്കുന്നുണ്ട്. മഞ്ജുവിന്റെ വിജയങ്ങളെ ദിലീപിന്റെ പരാജയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുക എന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ ദിലീപിന്റെയും മഞ്ജു വാര്യർ ബന്ധത്തിന്റെ തകർച്ചയും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും കേവലം ഒരു സിനിമാ കുടുംബത്തിലെ പ്രശ്നങ്ങളല്ല, മറിച്ച് അത് വ്യക്തിത്വങ്ങളും മുൻഗണനകളും സോഷ്യൽ മീഡിയ ഇമേജ് എന്നിവ തമ്മിലുള്ള സങ്കീർണമായിട്ടുള്ള ഒരു യുദ്ധം തന്നെയാണ്. മഞ്ജു വാര്യർ മൗനം കൊണ്ട് വിജയിച്ച താരം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? വിവാഹമോചനത്തിന് ശേഷം മഞ്ജു വാര്യർ സ്വീകരിച്ച പാത ഏതൊരു വ്യക്തിക്കും മാതൃകയാക്കാവുന്നതാണ്. തന്നെ വേദനിപ്പിച്ചവർക്കെതിരെയായിട്ട് ഒരു വാക്കുപോലും മോശമായി പറയാതെ തന്റെ കരിയറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവർ നേടിയെടുത്ത വളർച്ച അവരെ ജനമനസ്സുകളിൽ പ്രതിഷ്ഠിച്ചു. സോഷ്യൽ മീഡിയയിൽ മഞ്ജുവിന് ലഭിക്കുന്ന വലിയ പിന്തുണയ്ക്ക് കാരണം അവരുടെ ഡിഗ്നിറ്റിയാണ്. തോറ്റുകൊടുത്തുകൊണ്ട് വിജയിക്കുക എന്നുള്ള തന്ത്രമാണ് മഞ്ജു ഇവിടെ പയറ്റിയത്. പിന്നെ മീനാക്ഷിയുടെ കാര്യം പറയണമെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒറ്റപ്പെടലും അതുപോലെ വിമർശനങ്ങളും മീനാക്ഷിയെ സംബന്ധിച്ചിടത്തോളം അവൾ ജനിച്ചപ്പോൾ മുതൽ കണ്ട അച്ഛൻ എന്നുള്ള ആ ഒരു ഹീറോ ബിംബം ഉപേക്ഷിക്കാൻ അവൾക്കായില്ല. എന്നാൽ അമ്മയോടുള്ള അവളുടെ പരസ്യമായിട്ടുള്ള അകൽച്ച സോഷ്യൽ മീഡിയയിൽ അവൾക്കൊരു നെഗറ്റീവ് ഇമേജ് തന്നെ നൽകി. ഇൻസ്റ്റാഗ്രാമിലെ അൺഫോളോ ചെയ്യലും മറ്റും ആധുനിക കാലത്തെ വൈകാരിക പ്രകടനങ്ങളാണെങ്കിൽ പോലും അത് മലയാളി പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യമായില്ല. എങ്കിലും ഒരു മകൾ എന്ന നിലയിൽ അവളുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നുള്ള വാദവും ശക്തമാണ്. ഇനി ദിലീപ് ആണെങ്കിലോ തകരുന്ന ഒരു പ്രതിച്ഛായയാണ്. ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായിരുന്ന ദിലീപിനെ ഇന്ന് തന്റെ സ്വകാര്യ ജീവിതത്തിലെ ആ ഒരു തീരുമാനങ്ങൾ കരിയറിൽ വലിയ തിരിച്ചടിയായിട്ട് മാറുന്നുണ്ട്. സിനിമകളുടെ തുടർച്ചയായിട്ടുള്ള പരാജയവും സോഷ്യൽ മീഡിയയിലെ കടുത്ത അധിക്ഷേപങ്ങളും സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ജനങ്ങൾ ദിലീപിന്റെ വ്യക്തി ജീവിതത്തെ അദ്ദേഹത്തിന്റെ കലയുമായിട്ട് വേർതിരിച്ച് കാണാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അവസാനമായി പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ കോടതിയിൽ ഇന്ന് മഞ്ജു വാര്യർ ഒരു അതിജീവിതയും വിജയിയുമാണ്. മീനാക്ഷി ഒരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുമ്പോൾ ദിലീപ് തന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള ഒരു കഠിന പരിശ്രമത്തിലാണ്. കാലം എല്ലാ മുറിവുകളും ഉണക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നതും ആ അമ്മയും മകളും തമ്മിലുള്ള ഒരു പുഞ്ചിരിക്ക് വേണ്ടി മാത്രമാണ്. കാരണം സിനിമയിലെ ക്ലൈമാക്സിനെക്കാളും ജീവിതത്തിലെ സ്നേഹബന്ധങ്ങൾക്കാണ് മലയാളി എന്നും വില കൽപ്പിക്കുന്നത്. അപ്പൊ കൂട്ടുകാരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. കാരണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക. അതൊരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്തൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.